എന്തു പറ്റി അമ്മണിക്കുട്ടി? കാലത്ത് തന്നെ കുളക്കടവിൽ വന്നിരിക്കണേ. എന്തു പറ്റി? ഇങ്ങോട്ടൊന്ന് നോക്കന്ന്. എനിക്ക് പേടിയാവുന്നു കൗസല്യ. പേടിയാവേ? എന്തിനാ? കൗസല്യ ഇന്നലെ പറഞ്ഞില്ലേ? അയ്യേ, അതിനേക്ക് അറിയാൻ പോണേ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ എന്റെ കുട്ടിയെ. ഈ അമ്മണിക്കുട്ടി ഒരു പൊട്ടിയാ. ഉണ്ണി എന്താ വരുമ്പോഴേക്ക് നിന്നെ പിടിച്ചു തിന്നാൻ പോവാ? ഒന്ന് സൂക്ഷിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കങ്ങനെ ഒരു പറ്റു പറ്റിയെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. ദേ, അടുക്കളയിലേക്ക് ചെല്ല്. ഇപ്പൊ കിടന്ന് അന്വേഷിക്കുന്നുണ്ടാവും. ഇനിയും താഴോട്ട് പൊട്ടിക്കരുത്. പഞ്ചസാര കിട്ടിയിട്ടുണ്ടല്ലോ. വല്യമ്മേ, ഞാൻ കടയാം. വേണ്ട വേണ്ട, നീ കടഞ്ഞ വെണ്ണ കൂടില്ല. നീ ആ തീയൊന്ന് തള്ളിക്കൂട്ടി. വിശന്നിട്ട് വയ്യാമേ, ഒന്നും ആയില്ലേ? എന്താ അത്, കടലയാ? സ്റ്റൈൽ കുറച്ചുകൂടെ ഇട്ടേ. പൊള്ളും. ഒന്നുമില്ല, നീ ഇങ്ങോട്ട് ഇടേ. എന്റെ ഉണ്ണിയെ, നിനക്ക് ഈ വേവണന് മുമ്പ് വാരി തിന്നേണ്ട സ്വഭാവം ഇനിയും മാറിയില്ലേ? ഈ പെണ്ണ് വല്ലക്കിലൊക്കെ ചെന്ന് പറയും. ഏയ്, അമ്മണിക്കുട്ടി പറയൊന്നുമില്ല. പറയൂ അമ്മണിക്കുട്ടി? ഇല്ല. എണ്ണിക്കല അവിടുന്ന് എത്തിക്കഴിട്ട് വാരാൻ വന്നേക്കണു. ഇങ്ങനെ ഉണ്ടോ ഒരു വികൃതി? ഞാൻ അമ്മയുടെ ഉണ്ണികൃഷ്ണനല്ലേ. ഈ ചെക്കൻ എന്തായി കാട്ടണേ? ഇതാ അവന്റെ പ്രകൃതം. ഈ കളി തന്നെയാ അച്ഛന്റെ അടുത്തും ചെലപ്പോ. ലില്ലിക്കുട്ടി ഏത് ട്യൂട്ടറില്ല? വിക്ടറിയില്ല. വിക്ടറിയിൽ 3 വർഷം പഠിച്ചിട്ടും പാസ്സായിരുന്നു. എത്ര പഠിച്ചിട്ടും ഒന്നും തലേ കയറുന്നില്ലെന്നേ. മിക്സഡ് ആയിരിക്കും. അതെ. പിന്നെ ഞാൻ തലേ കയറുന്നത്. അവിടെ ഫീസ് കുറവായതുകൊണ്ടാ അപ്പനെ അവിടെ ചേർത്തത്. എവിടെ ചേർത്താലും പഠിക്കാത്ത നിന്റെ കുറ്റമല്ലേ? അതിരിക്കട്ടെ, ശേഷിച്ച ജീവിതം ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? വിക്ടറി കോളേജിന് സമർപ്പിക്കാനാ ഭാവം? വീട്ടിൽ പോടി, വഴിയിൽ നിന്ന് ഇറങ്ങാണ്ട് വീട്ടിൽ പോടി. ഈ അപ്പൻ എന്താ ചാവാൻ പോണേ? ഞാൻ വീട്ടിലേക്കല്ലേ പോണേ? എനിക്കറിയാടി, നീ വീട്ടിൽ പോടി. മറ്റുള്ള കുട്ടികളൊക്കെ വീട്ടിലെത്തി. അപ്പൻ ഇന്ന് വീട്ടിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. എന്റെ മേനവും കുട്ടിയെ ഹാരം കിട്ടിയ വഴി കാണുന്നവരോടൊക്കെ നിരങ്ങിയിട്ട് അവള് വീട്ടിലെത്തും. എനിക്ക് ഇവളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. പ്രായമായ പെണ്ണല്ലേ. അല്ല, മേനവും കുട്ടിയുടെ ഇപ്പം മിണ്ടിന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല. എന്തിനാ ഇങ്ങനെ വ്യസനിച്ചോണ്ട് നടക്കുന്നത്? കെട്ടിച്ച് വിട്ടൂടെ? 10ാം ക്ലാസ് എങ്ങനെയെങ്കിലും കടന്നു കിട്ടിയ വല്ല ജോലിയും കിട്ടുവേ. അപ്പോ സ്ത്രീധനം കുറച്ചു കൊടുത്താ പോരെ? എനിക്ക് അതിനുള്ള പാകല്ലേ ഉള്ളൂ.
10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ കളക്ടർ ഉദ്യോഗം കിട്ടാൻ പോവില്ലേ? ആ വല്ല മാസപ്പടി പണിയെങ്കിലും കിട്ടുവേ. ഒന്നുമില്ലാണ്ട് കൊള്ളാവുന്ന ഒരുത്തിന്റെ കൂടെ പറഞ്ഞയക്കാൻ പറ്റുമോ? ഒരു കറവക്കാരൻ കള്ളനുണ്ട്, 2 നേരം അവനെ നോക്കണം. ഒരു ചെത്തുകാരൻ കള്ളനുണ്ട്, അവനെ 3 നേരം നോക്കണം. അവൻ തെങ്ങിന്റെ മുകളിൽ കയറി പെണ്ണ് കുളിക്കുന്ന നോക്കുക. ചെത്ത് വേണ്ടാന്ന് വെക്കാന്ന് വെച്ചാല് ആ തെങ്ങ് അവൻ ഉണക്കും. കറക്കാനാണെങ്കിൽ വേറെ ആളെ കിട്ടാനുമില്ല. ഇങ്ങനുണ്ടോ മനുഷ്യന്മാര്? വ്യസനിക്കാൻ വേറെ വല്ലതും വേണോ? ദേ പോണു ആ കള്ളൻ. നോക്ക്, തിരിഞ്ഞു നോക്കണില്ല, വച്ച് പിടിക്കുകയാണ് വീട്ടിലേക്ക്. മറ്റേ കള്ളനുണ്ടല്ലോ, മേനംകുട്ടിയുടെ കൂട്ടുകാരൻ ദേവസിക്കുട്ടി, അവൻ ഇതേ ഒരു ജ്വരമുള്ളൂ. അടയ്ക്കാമരത്തിന്മേ സാരി ഒറ്റിയെടുത്ത് പശു ഉണ്ടെങ്കിൽ അവൻ കറക്കും. അല്ല അത് പോട്ടെ, മേനംകുട്ടി വരാൻ വൈകിന്നോ, കമ്പി അടിച്ചുവെന്നോ, കിട്ടിയില്ലെന്നോ, അച്ഛനും അമ്മയും വല്ലാണ്ട് വ്യസനിച്ചു എന്ന് കേട്ടില്ല. എന്താ ഉണ്ടായേ? വരണ വഴിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നോ, ട്രെയിൻ ഒലിച്ചു പോയിരുന്നോ, പാളം വെക്കാൻ മറന്നു, എന്തിനു പറയുന്നു, എന്റെ കണക്ഷൻ ട്രെയിനൊക്കെ തെറ്റി. ആ പറച്ചിലൊരു വെപ്പാണല്ലോ. വ്യസനം കൊണ്ട് എന്റെ സംസാരം അങ്ങനെ ആയതാണ് കേട്ടോ. ഓ എല്ലിക്കുട്ടി, എത്ര കാലമായി ഞാൻ നിന്നോട് സൗകര്യമായിട്ടൊന്ന് സംസാരിച്ചിട്ട്. എന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് നിനക്കറിയോ? ഞാനേ എല്ലാവരുടെയും പോലെയല്ല, ഭയങ്കര ഡീസന്റാ. ഡീസന്റ് പരിപാടി അല്ലാണ്ട് മറ്റൊരു പരിപാടി നമുക്കില്ല. ഇന്നെന്താ നിനക്ക് ഇത്ര വലിയ ഗ്രാക്കി? നിനക്കറിയോ, ഞാൻ അവിടെ കൃത്യമായി കറക്കാൻ വരണതേ നിന്നെ കാണാൻ വേണ്ടിട്ടാ, അല്ലാണ്ട് നിന്റെ അപ്പന്റെ പിച്ചക്കാശിന് വേണ്ടിട്ടാ. നിനക്കൊന്നും പറയാനില്ലേ? ഒന്നും. മുടിയേ ഇതെവിടെ കൊണ്ടുപോയിട്ടാ? എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയി തല്ലിക്കൊന്ന് കൂട്ടാൻ വെക്കണം മാപ്പിളെ. എഴുന്നള്ളിക്കാൻ കണ്ടൊരു സാധനം. അവന്റെ ഒരു ചോദ്യം 1000 പ്രാവശ്യം അവനോട് പറഞ്ഞതാ ആശുപത്രി കൊണ്ടുവന്ന് കാണിക്കാൻ. നിങ്ങൾ പറഞ്ഞ കേട്ടില്ലേ, തല്ലിക്കൊന്ന് കൂട്ടാൻ വെക്കാൻ തിന്നാനങ്ങ് വരും. കള്ളൻ, കാട്ട് കള്ളൻ. ഈ വള്ളിക്കുട്ടി പിടിച്ചേരേ. കമ്പനി വക ക്വാർട്ടേഴ്സ് ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഏതായാലും ഹോട്ടലിലാ താമസം. എന്നാ പിന്നെ കുറച്ചുകൂടെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് താമസിക്ക. ഞാൻ പറഞ്ഞ അതല്ല, ക്വാർട്ടേഴ്സിലാണെന്നാ. അത് തന്നെ ഞാനും പറഞ്ഞത്, നല്ലൊരു ഹോട്ടലിൽ താമസിക്കുക. നീ ഇപ്പോ അവിടെ കിടന്ന് ബുദ്ധിമുട്ടി ഇങ്ങോട്ട് കാശ് അയക്കേണ്ട ഒറ്റ കാര്യമില്ല. ഈ അച്ഛനെ കൊണ്ട് തോറ്റുല്ലോ. ഒന്നും പറഞ്ഞില്ല. ആ ചുണ്ടനെ എന്തോ പറയണ്ട്. ദൈവമേ, എന്റെ അമ്മയെ സമ്മതിക്കണം. നീ എന്തൊക്കെയോ പറയണ്ട, എനിക്കൊട്ട് കേൾക്കാനും പാടില്ല. ഞാൻ പോയി ആ കുന്തെടുത്ത് വച്ചിട്ട് വരാം. ദീപം 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 ദീപം. ആ അമ്മണിക്കുട്ടി, നീ ഇവിടെ നിൽക്കേ, ഞാൻ ഒരു തമാശ കാണിച്ചു തരാം. ചിരിക്കരുത്. ഞാൻ എന്ത് പറഞ്ഞാലും ഗൗരവമായിട്ട് തലയാട്ടിയാ മതി. ഇങ്ങോട്ടൊന്നും പറയണ്ട. മറൽ. ആ പറയണം. ആ അത് ശരി. നിങ്ങൾ വല്ലതും പറയണ്ടോ? എനിക്കൊന്നും കേൾക്കാൻ പാടില്ലല്ലോ. ഇനി ഈ കുന്തത്തിന്റെ ആവി പോയോ? എടാ ദ്രോഹി, സ്വന്തം പരിഹസിക്കണോടാ. ഓ ഇത് വീണ്ടും പോയോ? തല്ലിക്കോ. കൊല്ലി ഞാൻ.
ഈ ഉണ്ണീട്ട് എന്തൊരു തമാശക്കാരനാ. വെറുതെ ഓരോന്നോർത്ത് ഞാൻ എന്തൊക്കെയാ പേടിച്ചേ. ഞാനൊരു പൊട്ടി തന്നെ. അമ്മണി കുമ്മണി കൊലത്തമ്മണി വാലുമ്പൊക്കെ വടക്കോട്ടോടാ. MRO, yes. 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 MRO. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ. മാരനാണ് വരുന്നതെങ്കിൽ മധുരപ്പത്തിൽ നൽകണം. വയസ്സനാണ് വരുന്നതെങ്കിൽ അയിനും ചോറും നൽകണം. ഇടയ്ക്കിടയ്ക്ക് ഇടിച്ചിടിച്ച് കൊടുക്കണം. എന്താ നിർത്തിക്കളത്? പാട. ഏയ് ഞാൻ വെറുതെ മൂളിയതാ.